കള്ളുഷാപ്പിൽ നിന്നും കള്ളും കറിയും കഴിച്ചതിന്റെ പണം ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ഷാപ്പ് മാനേജരെ മർദ്ദിക്കുകയും ഷാപ്പിലെ വസ്തുക്കൾ തല്ലിപ്പൊട്ടിച്ച് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സംഭവത്തിൽ 2 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര തൈവളപ്പിൽ വീട്ടിൽ 19 വയസ്സുള്ള ഗോകുൽ കൃഷ്ണ, നാട്ടിക സ്വദേശി പുളിക്കൽ വീട്ടിൽ 18 വയസ്സുള്ള മുഹമ്മദ് മിസ്ബാൻ എന്നിവരാണ് പിടിയിലായത്. ഇതിൽ ഗോകുൽ കൃഷ്ണ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ റൌഡിയാണ്. കഴിഞ്ഞ ജൂലൈ 8-ാം തീയതി രാത്രി 7:50 നാട്ടികയിലുള്ള കള്ളുഷാപ്പിലായിരുന്നു സംഭവം. വടാനപ്പള്ളി കൊണ്ടറപ്പശ്ശേരി വീട്ടിൽ 51 വയസ്സുള്ള രാജേഷ് മാനേജറായി ജോലി ചെയ്യുന്ന ഷാപ്പിലെത്തിയ പ്രതികൾ കള്ളും കറിയും വാങ്ങി കഴിച്ചു. തുടർന്ന് മിസ്ബാനെ അവിടെ ഇരുത്തിയ ശേഷം മറ്റുള്ളവർ പുറത്തുപോയി. ഷാപ്പ് അടയ്ക്കാറായ സമയമായിട്ടും പണം നൽകാതിരുന്നതിനെ തുടർന്ന് മാനേജർ രാജേഷ് പണം ആവശ്യപ്പെടുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായ മിസ്ബാൻ ഉടൻ തന്നെ സുഹൃത്തായ ഗോകുൽ കൃഷ്ണയെ ഫോൺ വിളിച്ചു വരുത്തി. ഷാപ്പിലെത്തിയ ഗോകുൽ കൃഷ്ണയും മിസ്ബാനും ചേർന്ന് ഷാപ്പിലുണ്ടായിരുന്ന കള്ളുകുപ്പികളും ഗ്ലാസുകളും തല്ലിപ്പൊട്ടിച്ച് പരക്കെ നാശനഷ്ടങ്ങൾ വരുത്തി. ഈ അക്രമം തടയാൻ ശ്രമിച്ച മറ്റൊരു മാനേജറായ ശ്രീജിത്തിനെ തള്ളിമാറ്റിയ പ്രതികൾ രാജേഷിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയായിരുന്നു. പ്രതികളെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റിലായ ഗോകുൽ കൃഷ്ണ അന്തിക്കാട്, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി 2 വധശ്രമ കേസുകളും ലഹരിക്ക് അടിമപ്പെട്ട് പൊതുസ്ഥലത്ത് ശല്യമുണ്ടാക്കിയ 2 കേസുകളുമടക്കം 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മിസ്ബാനാകട്ടെ വലപ്പാട്, തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി കഞ്ചാവ്, ബീഡി ഉപയോഗിച്ചതിനും വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയതിനുമടക്കം 2 കേസുകളിലും പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എബിൻ സിയൻ, ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ സാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, ശ്യാം, സൈനുദ്ദീൻ, സതീഷ്, ആദർശ്, ശ്രാവൺ എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത്.